ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാനും ചേച്ചിയും കൂടി അച്ഛയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ കടയിൽ പോയി അവിടുന്ന് എനിക്കും അവൾക്കും ഇഷ്ടപ്പെട്ട ഓരോ ഷർട്ട് എടുത്തു. എവിടെ പോയാലും ഒളിച്ചു കളിക്കുന്ന എന്റെ മോളാണ് കേട്ടോ അത്. ഇതിലെന്താ നാലെണ്ണെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? വീട്ടിൽ അച്ഛൻ മാത്രല്ലടോ, അച്ഛന്റെ സ്ഥാനത്ത് ഒരു ആങ്ങള കൂടി ഉണ്ട്. അപ്പൊ പിന്നെ ഓനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ഇത് അവന്റെ കയ്യിൽ കൊടുത്തപ്പോ അവന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ശരികൾ കാണുമ്പോ പറയാനും തെറ്റുകൾ കാണുമ്പോ ചൂണ്ടിക്കാണിക്കാനും ഞങ്ങൾക്കുള്ള ഏക ആങ്ങളയാണിത്. അടുത്ത ഗിഫ്റ്റ് എന്തായാലും ഓൻ ഇഷ്ടമായി. അപ്പോഴാണ് ചേച്ചിയുടെ ടെസ്റ്റ് അവളുടെ വകയും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ. അവൾ ആദ്യമായിട്ടാണ് ഏട്ടനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏട്ടനാകെ ഞെട്ടിപ്പോയി. ടീഷർട്ടിനോട് താല്പര്യമുള്ള ഓനിക്ക് 2 ടീഷർട്ട് കൊടുത്തപ്പോ രണ്ടും ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോ കൂട്ടുകാരന്റെ കൂടെ കറങ്ങാൻ പോയി അച്ഛനെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു വരുത്തി വേം വരി ഒരു കാര്യമുണ്ടെന്ന്. എന്ത് പരിപാടി വന്നാലും ഇവർക്കുള്ള ഗിഫ്റ്റ് ഞങ്ങൾ മുടക്കാറില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ചെറുതായി ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു മക്കൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തരുന്നു. ഇങ്ങനെ എന്റെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു അടുത്ത ചേച്ചിയുടെ ഗിഫ്റ്റും കൊടുത്തു. അപ്പൊ അച്ഛൻ ആകപ്പാടൊന്നും ഞെട്ടി. പിന്നെ 2 ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തെ അച്ഛൻ ഇരിക്കുമ്പോഴാണ് അടുത്ത സർപ്രൈസ് ഏട്ടൻ അച്ഛൻ അറിയാതെ ഒരു ഷർട്ട് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛനും ഹാപ്പി ഞങ്ങളും ഹാപ്പി.